പഹൽഗാമിനെ അതിഹീനമായ ഭീകരാക്രമണം കഴിഞ്ഞ് 2 ആഴ്ചക്കാലമാണ് ഇന്ത്യ കാത്തുനിന്നത്. പാക് മണ്ണിലെ ഭീകരതയുടെ പടകുടീരങ്ങൾക്കും ഉപശാലകൾക്കുമെതിരെ നടപടിയെടുക്കാൻ ആ രാജ്യത്തിന് ഇന്ത്യ സമയം കൊടുത്തു. അത് നടപ്പാകില്ല എന്നറിയാമായിരുന്നിട്ടും ഒടുവിൽ അപ്രതീക്ഷിതമായി ഭീകരതയുടെ നെറുകം തലയ്ക്ക് ഇന്ത്യൻ സൈന്യം പ്രഹരിച്ചു. ഒരു പാകിസ്ഥാൻ സൈനികനെയോ പാകിസ്ഥാനിലെ ഒരു സാധാരണ പൗരനെയോ മുറിവേൽപ്പിക്കാതെ ക്ലിനിക്കൽ കൃത്യതയിൽ ഭീകര ക്യാമ്പുകളെ ഇന്ത്യ മുച്ചൂടും മുടിച്ചു. ഇനി എന്താണ് അടുത്തത് എന്നാണ് ഉയരുന്ന ചോദ്യം. യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ നീക്കവും ഇന്ത്യ നടത്തുന്നുണ്ട്. ഇനി ഒരുപക്ഷേ ശത്രു എത്ര കടുത്ത സാഹസികതയ്ക്ക് മുതിർന്നാലും അത് നേരിടാനും സർവ്വസജ്ജമാവുകയാണ് രാജ്യം. തീവ്രവാദികളെ ഭീകരവാദികളെ ശക്തമായി ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പക്ഷേ ഇനി എന്ത് എന്നത് കൂടിയാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിർണായക മന്ത്രിസഭാ യോഗം ചേർന്നു. പ്രതിരോധ ആഭ്യന്തര മന്ത്രിമാരുമായി സ്ഥിതിഗതികൾ കൂടിയാലോചിക്കാനാണ് ചേർന്നത്. നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. സായുധ സേനകൾ ശത്രുവിന് തക്ക തിരിച്ചടി നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു. തിരിച്ചടിക്ക് സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയ മോദിയെ അഭിനന്ദിച്ച് മന്ത്രിസഭാ യോഗം നിലപാടെടുത്തു. രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. ഇന്ത്യ വിനിയോഗിച്ചത് പ്രതികരിക്കാനുള്ള അവകാശമാണ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. നിരപരാധികളെ ആക്രമിച്ചവർക്ക് മാത്രമാണ് തിരിച്ചടി നൽകിയത്. തകർത്തത് ഭീകര ക്യാമ്പുകളാണ്. പാകിസ്ഥാൻ പൗരന്മാരെയോ ജനവാസ മേഖലയെയോ ഇന്ത്യ ലക്ഷ്യം വച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യം അസാമാന്യ ധൈര്യം കാണിച്ചു എന്നും പ്രതിരോധ മന്ത്രി വിശദീകരിക്കുന്നു. ഇത് ഭാരതത്തിന്റെ പ്രതികരണമാണ്. നിരപരാധികളായ സഹോദരങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനുള്ള പ്രതികരണം എന്നാണ് അമിത്ഷാ പറഞ്ഞത്. തീവ്രവാദത്തെ അതിന്റെ വേരുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നു എന്നും അമിത്ഷാ പറഞ്ഞു. അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പിക്കുന്ന നടപടികളും ഇതിനിടയ്ക്ക് സമാന്തരമായി നടക്കുന്നുണ്ട്. UK, സൗദി, UAE, ജപ്പാൻ, റഷ്യ, ചൈന, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സ്റ്റേറ്റ് സെക്രട്ടറി എന്നിവരടക്കമുള്ളവരുമായും അജിത് ഡോവൽ സംസാരിച്ചു. പാകിസ്ഥാൻ ഈ കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്ക് എന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി പറഞ്ഞു. കൂടുതൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. അന്വേഷണങ്ങളിൽ പാകിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള തീവ്രവാദികളുടെ ആശയവിനിമയ ശൃംഖല കണ്ടെത്തിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഗ്രൂപ്പിന് ലഷ്കറും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമാണ്. ദൃക്സാക്ഷി വിവരണങ്ങളുടെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുമാണ് വിശദീകരിക്കുന്നത്. സംസ്ഥാനങ്ങൾ കരുതിയിരിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമിത്ഷായുടെ നിർദ്ദേശം. അതിർത്തി സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. ഏതടിയന്തര സാഹചര്യവും നേരിടാൻ സംസ്ഥാനങ്ങൾ സജ്ജരായിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം കപ്പൽ പടയും സജ്ജമാണ്. അറബിക്കടലിൽ പടക്കപ്പൽ വ്യൂഹത്തെ നിയോഗിച്ച് നാവികസേന INS തുഷീൽ അടക്കമുള്ള അത്യാധുനിക പടക്കപ്പലുകളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഈ നടപടി അഭിമാനം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂരിൽ സൈനികരെ അഭിനന്ദിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. നമ്മുടെ സായുധ സേനയെ ഓർത്ത് അഭിമാനിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ അഭിമാനമുണ്ട് എന്ന് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയും അഭിനന്ദിക്കുന്നു എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. കേരളം ഇക്കാര്യത്തിൽ ഈ നടപടിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീവ്രവാദത്തിനെതിരെ യൂണിയൻ സർക്കാരും സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പിന്തുണയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIM ഈ നടപടിയെ പിന്തുണച്ചാണ് രംഗത്തെത്തിയത്. ഓപ്പറേഷൻ സിന്ദൂരയെ CPIM പിന്തുണയ്ക്കുന്നു എന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഭീകരാക്രമണം നടത്തിയവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ ഇന്ത്യക്ക് കൈമാറണമെന്ന ആവശ്യം കൂടി CPIM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജ്യത്തിനൊപ്പമുണ്ട്, ഈ നടപടിക്കൊപ്പമുണ്ട് എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂരയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തി. തമിഴ്നാട് ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ സൈന്യത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സൈനികർക്ക് നന്ദി എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഏപ്രിൽ 22-ന് പെഹൽഗാമിൽ നടന്നത് ക്രൂരകൃത്യമാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ ഓർമ്മിപ്പിച്ചു. തിരിച്ചടി അനിവാര്യമായിരുന്നു. തിരിച്ചടിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും ആക്രമിക്കും. ആക്രമിച്ച കേന്ദ്രങ്ങൾ ഭീകരവാദികളുടേത് ആണ് എന്നും ശശി തരൂർ പറഞ്ഞു. രാജ്യം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. കലാ സാംസ്കാരിക ലോകവും ഈ നടപടിയെ പിന്തുണച്ച് രംഗത്തെത്തി. നിർണായകവും തന്ത്രപരവുമായ സൈനിക നടപടിയെ അഭിനന്ദിക്കുന്നുവെന്ന് കമൽ ഹാസൻ പറഞ്ഞു. ഭീരുത്വപൂർണമായ ഭീകരപ്രവർത്തനങ്ങളാൽ വിഭജിക്കപ്പെടാത്ത ഒരു രാഷ്ട്രത്തിന്റെ ദൃഢനിശ്ചയ പ്രതികരണമാണിത്. ഈ ലോകത്ത് ഭീകരതയ്ക്കിടമില്ല. നമ്മൾ ഒരു ടീമാണെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു.
ഐക്യത്തിൽ നിർഭയം, ശക്തിയിൽ അതിരുകളില്ല, ഇന്ത്യയുടെ കവചം ജനങ്ങളാണ് എന്നും പറഞ്ഞു. സൈന്യം കാണിച്ച ധൈര്യം നമ്മളെ അഭിമാനഭരിതരാക്കിയെന്ന് ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി പറഞ്ഞു. ഏറ്റവും മോശം സാഹചര്യത്തെ മികച്ചതാക്കി ഇന്ത്യൻ സൈന്യം മാറ്റി എന്നും മുഹമ്മദ് ഷമി പറഞ്ഞു. നമ്മുടെ യഥാർത്ഥ നായകർക്ക് സല്യൂട്ട് എന്നാണ് നടൻ മമ്മൂട്ടി പറഞ്ഞത്. രാഷ്ട്രം വിളിക്കുമ്പോൾ ഇന്ത്യൻ ആർമി ഉത്തരം നൽകുമെന്ന് തെളിയിച്ചു എന്നും പറയുന്നു. 3 സേനകളിലെയും ഓരോ ധീരഹൃദയത്തെയും അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. നിങ്ങളുടെ ധൈര്യം നമ്മുടെ അഭിമാനത്തെ ഊട്ടി ഉറപ്പിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. നമ്മളൊരു സമഗ്ര ചിത്രം പറയണമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശദീകരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണത്തിന് ശേഷം, അതിനു മുമ്പും അതിന് ശേഷവും ഈ ലോകരാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയുമായി അടുപ്പം പുലർത്തുന്ന രാഷ്ട്രങ്ങളെ വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. മുമ്പ് പുൽവാമയിൽ സംഭവിച്ചതുപോലെയൊന്നുമല്ല, അതിനപ്പുറത്ത് ദീർഘമായ സംഭാഷണങ്ങൾ ഇവരെല്ലാവരുമായി നടത്തി. അതിലെനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റാബിയോയുമായിട്ടുള്ള സംഭാഷണം, അത് ആദ്യഘട്ടത്തിൽ അജിത് ഡോവൽ നടത്തുമ്പോൾ ഇപ്പോൾ ഈ പുതിയ ഘട്ടത്തിൽ അജിത് ഡോവൽ മാർക്കോ റാബിയോയുമായി സംസാരിക്കുന്നു. UK, സൗദി, UAE, റഷ്യ തുടങ്ങിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ എല്ലാ പ്രതിനിധികളുമായും ഈ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വിശദീകരിക്കുന്നു. അതായത് ഇത് പാകിസ്ഥാൻ്റെ സമഗ്രാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമല്ല, അവിടുത്തെ ഭീകര സങ്കേതങ്ങൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമാണ് എന്ന് തെളിവ് സഹിതം ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച ആ തെളിവ് സഹിതം വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഈ സ്ഥിതിഗതികൾ ലഘൂകരിക്കണം എന്നുള്ള ആവശ്യവുമായി അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. UK അത് പറയുന്നു, ഖത്തർ അത് പറയുന്നു, അങ്ങനെ പല രാജ്യങ്ങളും സ്ഥിതിഗതികൾ സങ്കീർണമാവാതെ നോക്കണം എന്നും പറയുന്നു. പക്ഷേ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഈ രാജ്യങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. അത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമല്ലേ? നിശ്ചയമായിട്ടും. അതായത് പാകിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു ഹബ്ബാണ് എന്ന കാര്യത്തിൽ ഉറക്കെ പറയുന്നില്ലെങ്കിലും പല രാജ്യങ്ങൾക്കും അതേക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്ന് തെളിയിക്കുന്നതായി ഇന്നത്തെ പ്രതികരണങ്ങളുടെ സ്വഭാവം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ആകെ മനസ്സിലിരിപ്പ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുന്നത്, ആയുധ സംഘർഷം ഉണ്ടാകുന്നത് ലോകം ആഗ്രഹിക്കുന്നേ ഇല്ല, ലോകത്തിനത് നെഗറ്റീവായിട്ടാണ് വരിക എന്ന പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു വെച്ചു. ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഉടനെ തന്നെ നേരത്തെ ഹമാസ് ഇസ്രയേൽ ബന്ധത്തിന് ഒരു മധ്യസ്ഥം വഹിക്കാൻ ശ്രമിച്ച അതേ ഖത്തർ പ്രധാനമന്ത്രി ഇന്ത്യയുമായും സംസാരിച്ചു, പാകിസ്ഥാനുമായും സംസാരിച്ചു എന്ന് വാർത്താക്കുറിപ്പ് എഴുതി. S ജയശങ്കറുമായിട്ട് സംസാരിച്ചു, അവിടെ ഷഹബാസ് ഷെരീഫുമായിട്ട് സംസാരിച്ചു എന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. അപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോകരുത് എന്ന് ലോകരാഷ്ട്രങ്ങളാകെ തന്നെയും വിചാരിക്കുന്നുമുണ്ട്. ഇവിടെ ഈ ചൈന കൈകൊടുക്കുമെന്നാണല്ലോ എല്ലാവരും വിചാരിച്ചത്. ചൈനയുടെ വർത്തമാനം പാകിസ്ഥാൻ അനുകൂലമായിട്ട് വരുമെന്നാണല്ലോ. പക്ഷേ ആദ്യ പ്രതികരണങ്ങളിൽ അങ്ങനെ ചൈനയ്ക്ക് മാത്രമായിട്ട് അനുകൂലമായിട്ട് എന്തെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന പ്രതികരണം ചൈനയുടെ ഭാഗത്തുനിന്ന്, പാകിസ്ഥാന് മാത്രമായിട്ട് വ്യാഖ്യാനിക്കാവുന്ന എന്തെങ്കിലും കാര്യം ചൈനയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഹർഷൻ തുടങ്ങി വെച്ച ആ കാര്യമുണ്ടല്ലോ, അതായത് ഇന്ത്യ ഇതിലേക്ക് നിർബന്ധിതമായതാണ് എന്ന ആന്തരികമായ ബോധം ലോകരാഷ്ട്രങ്ങൾക്കാകെ തന്നെയും ഉണ്ട് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമേ ഇല്ല എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെയും പാകിസ്ഥാനെ ഇതേക്കാൾ കൂടുതൽ എസ്കലേറ്റ് ചെയ്ത് പോകാൻ ലോകരാഷ്ട്രങ്ങളുടെ മൗനാനുവാദം ഉണ്ടായിരിക്കുകയില്ല എന്നൊരു തോന്നൽ നമ്മൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഹർഷൻ, നമ്മൾ ഇനി അങ്ങോട്ട് സംഭവിക്കുന്ന എന്നതിനെക്കുറിച്ച് സമാധാനകാംക്ഷിയായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എനിക്കും ഹർഷനും സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെയും ആശങ്കയുണ്ട്. കാരണം ഇന്ത്യ എങ്ങനെ ഇതോടൊക്കെ പ്രതികരിക്കും? എത്രക്ക് വലിയ അടിയുണ്ടായാലും അതിനെ കമ്പോസ് എന്ന സ്വഭാവത്തിൽ നിന്നിട്ട് വളരെ പരിപക്വതയോട് കൂടിയിട്ട് തന്നെ 10-15 ദിവസം എടുത്തിട്ടാണെങ്കിലും അതികൃത്യതയോടെ ഇതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കാൻ, തിരിച്ചടി കൊടുക്കാനുള്ള കൃത്യത, സട്ടിലായിട്ടുള്ള കൃത്യത തങ്ങൾക്ക് കാണിക്കാൻ പറ്റും എന്ന് ഇന്ത്യൻ ഭരണകൂടവും സൈന്യവും വിദഗ്ധമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്കാകെ മുന്നിൽ. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. പാകിസ്ഥാന് നമുക്കുള്ളതുപോലെ പരിപക്വമായുള്ള സംവിധാനങ്ങളില്ല, സേനാ നേതൃത്വമില്ല, നമുക്കുള്ളതുപോലെ രാഷ്ട്രീയ നേതൃത്വമില്ല, നമ്മുടേതുപോലെ ഒന്നിച്ചു നിൽക്കുന്ന പ്രതിപക്ഷവും രാഷ്ട്രീയങ്ങളാകെ തന്നെയും ഇല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വിശദമായിട്ട് അടുത്ത ഭാഗത്തിൽ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടുത്തെ ജനാധിപത്യ സർക്കാർ നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് പൂർണ്ണ അനുമതി ഇപ്പോൾ സൈന്യത്തിന് കൊടുത്തിരിക്കുന്നു. ഒരു മതഭ്രാന്തൻ എന്ന് തന്നെയും വിളിക്കാവുന്ന അസീം മുനീർ ആണ് അവരുടെ പട്ടാള മേധാവി തലപ്പത്തുള്ളത് എന്നത് നമ്മൾ വളരെ കാര്യഗൗരവത്തോടെ കാണേണ്ടതാണ്. അതുകൊണ്ട് അവരേത് നിലക്കാണ് പ്രതികരിക്കുക എന്ന് നമുക്കറിയില്ല. സമാധാനകാംക്ഷിയായ പൗരന്മാർക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് നിശ്ചയമായിട്ടും. പക്ഷേ നമ്മുടെ സംവിധാനങ്ങളുടെ കഴിവിലും മിതത്വത്തിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ചുള്ള ധാരണയിലും നമുക്ക് ആത്മവിശ്വാസമുണ്ട്. ലോകരാഷ്ട്രങ്ങൾ അപ്പാടെ തന്നെയും ഇതിൽ സത്യം അല്ലെങ്കിൽ ഇതിൽ പൂർണ്ണമായിട്ടും ശരി നിങ്ങളുടെ ഭാഗത്താണ് എന്ന കൈ കൊടുക്കൽ ഇന്ത്യക്ക് നേരെ നീട്ടും എന്നൊരു സാഹചര്യത്തെ നമ്മൾ കാണുന്നുമുണ്ട്. അതാണ് എൻ്റെ സനീഷ്, ഈ ഘട്ടത്തിൽ നമ്മൾ കാണാതെ പോകരുതാത്ത ഒരു കാര്യം, ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാൻ പാക് സൈന്യത്തിന് അനുമതി കൊടുത്തു എന്ന് പറയുന്നു. അവർ ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ശക്തമായി പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിരന്തരം ഈ പൂഞ്ച് രജൌരി മേഖലയിൽ ശക്തമായ ഷെല്ലാക്രമണം അവർ നടത്തുകയാണ്, പീരങ്കി ആക്രമണം. അത് സമ്പൂർണ്ണമായും സിവിലിയന്മാർക്ക് നേരെയാണ്, സാധാരണക്കാരുടെ വീടുകൾ തകർക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യാപകമായ നുണപ്രചാരണം
കാരണം എന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു എന്നുള്ളത്, അത് ഈ പറയുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ഒരു സൈനികൻ്റെ കുട്ടിയാണ് ഈ മരിച്ചിരിക്കുന്നത്. 4 വയസ്സുള്ള കുട്ടി മരിച്ചു എന്ന് വ്യാപകമായി ഒരു കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് പാകിസ്ഥാൻ പ്രൊഫൈലുകൾ ഇങ്ങനെ വ്യാപകമായി ഇന്ത്യയിലടക്കം വ്യാപകമായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. 4 കുട്ടികളെ ഈ രാത്രി, സാധാരണക്കാരായ കുട്ടികളെ ഇന്നലെ രാത്രി തന്നെ ഈ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ അതിർത്തിയിൽ സാധാരണക്കാരായ കൊച്ചുകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് മറച്ചു വെച്ചിട്ട് മറ്റൊരു തരത്തിൽ ഈ കാര്യങ്ങളെ ലോകം മുഴുവൻ അവതരിപ്പിക്കുക എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അത്രയും ക്രൂരത അവിടെ പെരുമാറിയിട്ടും 10-13 പേർ ഇന്ത്യൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ടിട്ടും അത് മറച്ചു വെച്ച് അവർക്ക് നേരെ നടന്ന കൃത്യമായി ഭീകരതയ്ക്ക് നേരെ നടന്ന ആക്രമണത്തെ, സിവിലിയന്മാർക്ക് നേരെ നടന്ന ആക്രമണമെന്നും മോസ്കിന് നേരെ നടന്ന ആക്രമണമെന്നും ഒക്കെ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ അവരും ഏത് എക്സ്ട്രീം നീക്കത്തിലേക്കും പോയേക്കാം. കാരണം ഒന്നാമതേ പാകിസ്ഥാൻ്റെ സൈന്യത്തിന് ഈ സംഘർഷമുള്ള ഒരു സാഹചര്യം തന്നെയാണ് താല്പര്യം. അവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ സാമ്പത്തികമായ നേട്ടം അടക്കമുള്ളത് അത്തരമൊരു സാഹചര്യം തുടരുന്നതിലാണ്. അവിടുത്തെ ഭരണ നേതൃത്വമാണ് കുഴപ്പം, അവിടുത്തെ ജനങ്ങൾ കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഭരണ നേതൃത്വം ആ രാജ്യത്തെ, സൈന്യവും ഭരണ നേതൃത്വവും ആ രാജ്യത്തെ ഒരു തകർന്ന രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ അവർക്കുണ്ട് ഹർഷൻ. അതായത് ഒന്ന് അസീം മുനീർ ഇപ്പോൾ പട്ടാള മേധാവിയാണെങ്കിലും അവിടെ എല്ലാ പട്ടാള മേധാവികളും ഭരണതലപ്പത്തേക്ക്, രാഷ്ട്രീയ തലപ്പത്തേക്കാണ് പോവുക. അസീം മുനീറിന് കടുത്ത ഇന്ത്യ വിരുദ്ധതയുള്ള ആളാണ്. മതപരമായിട്ട് ഏതാണ്ട് വർഗീയ ഭ്രാന്തെന്നോളം പറയാവുന്നത്രക്ക് വർഗീയ ഭ്രാന്തുണ്ട് എന്ന് തെളിയിച്ച ആളാണ് ആ വർത്തമാനത്തിൽ. അതിൽ നിന്നാണല്ലോ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അസീം മുനീറിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവിടെ ഉണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെടുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വർത്തമാനത്തിനകത്തേക്ക് കശ്മീർ എന്ന വിഷയം വരും. കശ്മീർ എന്ന വിഷയം നമ്മുടെ മാത്രമായിട്ടുള്ള വിഷയമാണ്. അതൊരു ഉഭയകക്ഷി വിഷയം എന്ന നിലക്ക് പോലും ഇന്ത്യ കാണുന്നില്ല. അത് ലോകരാഷ്ട്രങ്ങളാകെ തന്നെയും വന്ന് സംസാരിക്കേണ്ടതൊരു വിഷയമായിട്ട് ഇന്ത്യ കാണുന്നേയില്ല. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലിനെ ചെറുത്ത് നിൽക്കുക എന്നതായിരിക്കും, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് നിശ്ചയിക്കാനായിരിക്കും ഇന്ത്യക്ക് കാരണങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ആക്രമണത്തിൻ്റെ തന്നെയും പാകിസ്ഥാനുള്ള കാരണം വീണ്ടും ഈ ലോകരാഷ്ട്രങ്ങളുടെ ചർച്ചാ ടേബിളിൽ കശ്മീർ എന്ന വിഷയം, നമ്മളുടേത് മാത്രമായിട്ട് കാണുന്ന കശ്മീർ എന്ന വിഷയം കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് 2 ലക്ഷ്യങ്ങളാണ്. അസീം മുനീർ എന്ന പട്ടാള മേധാവിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അയാൾക്ക് പിടിച്ചെടുക്കേണ്ടുന്ന അധികാരത്തിൻ്റെ കാര്യം. രണ്ടാമത്തേത്, ഈ കശ്മീർ എന്നുള്ള വിഷയത്തെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം വിഷയമാക്കാൻ ഉദ്ദേശിക്കാത്ത വിഷയത്തെ ഈ ലോകരാഷ്ട്രങ്ങളുടെ ചർച്ചാ ടേബിളിലേക്ക് കൊണ്ടുവരിക എന്ന പാകിസ്ഥാൻ്റെ ഗൂഢലക്ഷ്യം. ഈ 2 ലക്ഷ്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ടുള്ള അവരുടെ നീക്കത്തെ പ്രചോദിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. പക്ഷേ അതിനെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടിയാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കശ്മീരിലെ ഭീകരാക്രമണത്തെ മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായി നിരന്തരം പല ഭാഗങ്ങളിലായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണത്തെ എല്ലാം ചേർത്ത് വെച്ച് ഭീകരത ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. കശ്മീരല്ല, ഭീകരത ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നമാണ്. അതിനൊരു പരിഹാരം വേണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്ത്യ നീങ്ങുന്നത്.